അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നീളത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ക്രഷ് ചെയ്തത്, അതേപോലെ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു ചെറിയ പീസ് നാരങ്ങയുടെ ജ്യൂസ്, അതായത് ഒരു 1.25 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറൊക്കെ സമയം വെച്ചാൽ നല്ലതാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഓവറായിട്ടിത് വേവിച്ചെടുക്കരുത്. ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. അവസാനം നമുക്കിത് ഒന്നുകൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് പോയാൽ നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കന് കറക്റ്റുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റൊക്കെ ആയപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത്രയും മതി. ഇനിയും വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് പോവും. ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഓവറായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അവസാനം മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 പീസ് കാഷ്യൂ നട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റഡ് അല്ല, മൊത്തത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 6 മുതൽ 10 വരെയൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഒരു 3 പീസ് ബദാം കൂടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, തീർത്തും ഓപ്ഷണലാണ്. ഇത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കന്. നമ്മളിതിലോട്ട് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ ഈ ഒരു കറിക്ക് മഞ്ഞ കളറായി പോവും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടും. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു
1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അത് മറന്നു പോയാണ്. ഒരു നുള്ള് കസ്തൂരി മേത്തി കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെയൊക്കെ ആ ഒരു തോലൊക്കെ ഉണ്ടാവും ഇതിൽ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു പാനിലോട്ട് തന്നെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിലോട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അവസാനം ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രേവി. ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇത് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഈ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്